കരുണാകരന്റെ മകൻ മുരളീധരൻ താങ്കൾക്ക് ഭരണം കിട്ടിയപ്പോൾ താങ്കളുടെ തലയുടെ വെളിവ് നഷ്ടപ്പെട്ടോ എന്ന് സംശയമുണ്ട്. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, ഡിവൈഎഫ്ഐക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിൽ പ്രശ്നമുണ്ട്, തെറ്റാണത്. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീനെയും. അപ്പോൾ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന ഏകദേശം 2017 ജനുവരി 1 സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ് പൊതിച്ചോറ് വിതരണം. ഏകദേശം 9 വർഷം പിന്നിടുമ്പോൾ ഒരു ദിവസം ശരാശരി 45,000-ലേറെ പൊതിച്ചോറാണ് അവർ വിതരണം ചെയ്യുന്നത്. അവരുടെ ഈ പൊതിച്ചോറും കാത്ത് ആശുപത്രി വരാന്തകളിൽ ഒരുപാട് രോഗികളും കൂട്ടിരിപ്പേരും കാത്തിരിപ്പുണ്ട്. പക്ഷെ ഇത് ഡിവൈഎഫ്ഐ ഇത് നിർത്തരുത്, എനിക്കതേ പറയാനുള്ളൂ. കാരണം വളരെ മാന്യമായി ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം, രാവിലെ ഭക്ഷണം കഴിക്കാണ്ട് ഈ ഉച്ചക്കത്തെ പൊതിച്ചോറ് പ്രതീക്ഷിച്ചിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് മുഴുവനും. അവരെ സംബന്ധിച്ച് തികച്ചും ഒരു ആശ്വാസം തന്നെയാണ് ഈ പൊതിച്ചോറ്. നിങ്ങൾക്കൊരു സംഘടന ഉണ്ടല്ലോ, KSU, എന്തുകൊണ്ട് അവരിത് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അവരെ കൊണ്ട് ഇത് പറ്റുന്നില്ല? അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത മറ്റാരും ചെയ്യണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ നാളെ ഈ പൊതിച്ചോറല്ല നാളെ ഒരു വോട്ടായി മാറും എന്നുള്ളൊരു പേടിയാണോ നിങ്ങൾക്ക്? ഡിവൈഎഫ്ഐ ഫ്ലക്സും കൊടിയും വെച്ച് ഫുഡ് കൊടുത്തതാണ് താങ്കൾക്ക് നൊന്തതെങ്കിൽ താങ്കളുടെ അച്ഛന്റെ പേരിൽ ഫ്ലക്സ് അടിച്ചു വെച്ച് ഫുഡ് വിതരണം ചെയ്തത് ഞങ്ങൾ മറന്നിട്ടില്ല. അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിന് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്. ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല. മുരളീധരൻ, താങ്കളുടെ വകുപ്പ് ആദ്യം നന്നായിട്ടൊന്ന് പഠിക്കാൻ നോക്കുക. കാരണം താങ്കൾ ഭരണത്തിൽ വന്നതിന് ശേഷം 150-ന് പുറത്ത് മരണം സംഭവിച്ചു കഴിഞ്ഞു. അതിലൊരു നിയന്ത്രണം കൊണ്ടുവരാൻ താങ്കൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് താങ്കളുടെ വകുപ്പിനെ ആദ്യം നന്നായിട്ടൊന്ന് പഠിക്കുക. അതിനുശേഷം സാധാരണക്കാരുടെ ഉച്ചഭക്ഷണത്തിൽ കൈയിടാൻ വരിക.